ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാർച്ച് 19 ഞങ്ങളുടെ പള്ളിയിൽ വിശ്വസിയ പിതാവിൻ്റെ മരണത്തിരുന്നാളായിരുന്നു. അപ്പോൾ അന്ന് ഞാനിട്ട ഡ്രസ്സാണിത്. ഇത് തയ്ക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. മാർച്ച് 19 ഇടുന്ന ഡ്രസ്സ് മാർച്ച് 17 2 മണിയായപ്പോഴാണ് ഞാൻ കട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നീളം, എനിക്ക് ആവശ്യമുള്ള നീളമൊക്കെ എടുത്ത് നമ്മൾ ആ തുണി ഒന്ന് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വരച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചുരിദാറിനൊക്കെ പൊതുവേ ഇച്ചിരി നീളം കൂടി നിൽക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇച്ചിരി നീളം കൂട്ടിയെടുക്കുന്നത്. പക്ഷെ ചിലരൊക്കെ തയ്ക്കാൻ കൊണ്ടുവരുമ്പോൾ എന്നോട് പറയാറുണ്ട് അത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് അത്രയും വേണ്ട എന്നുള്ളത്. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എനിക്ക് പൊതുവേ നീളം കൂടി നിൽക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് എൻ്റെ നീളത്തിന് അങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ മാർക്കിംഗ് ഒക്കെ കൊടുത്ത് അതൊക്കെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നത്. നമുക്ക് ആ കേർവൊക്കെ കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ അതെല്ലാം ഷേപ്പ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ ഞാൻ കൺഫേം ചെയ്യാറുണ്ട് കേട്ടോ, നമ്മുടെ അളവുകളൊക്കെ കറക്റ്റാണോ, വരച്ചേക്കുന്നതെല്ലാം കറക്റ്റാണോ എന്ന്. കാരണം നമ്മൾ പിന്നീട് വെട്ടി കഴിഞ്ഞിട്ട് തിരുത്താൻ നിന്നാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ വെട്ടുന്നതിന് മുന്നേ തന്നെ കൺഫേം ചെയ്യാറുണ്ട്. പിന്നെ ലൈനിങ്ങും കൂടെ ആ കൂട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അന്ന് ഞാനെല്ലാം നിർത്തി വെച്ചിട്ട് പള്ളിയിലൊക്കെ പോയി. പിറ്റേ ദിവസം രാവിലെ 18 രാവിലെ കുർബാനയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തയ്ക്കാനിരുന്നതാണ് കേട്ടോ. അതിന് മുന്നേ വീട്ടിൽ കുറച്ച് പണിയെങ്കിൽ തീർക്കാനുണ്ടായിരുന്നു. അതെല്ലാം തീർത്തിട്ട് ഫ്രീ ആയിട്ടിരുന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഇന്നൊന്ന് ഒതുക്കിയാലേ വൈകുന്നേരം പള്ളിയിൽ പോകണം. അവിടെ കൂട്ടുനേർച്ചയുടെ അരിച്ചിലും കാര്യങ്ങളൊക്കെ നടക്കും. ഉച്ച കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം അതിന് പോകണം. അതുകൂടാതെ എനിക്കൊരു വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ പെരുന്നാളിൻ്റെ തന്നെ ഒരു പ്രമോ വീഡിയോ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കായിട്ട് പോകണമായിരുന്നു. പിന്നെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, പെരുന്നാളിൻ്റെ അന്നത്തെ പാട്ടിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനെല്ലാം പോകുന്നതിന് മുന്നേ ഇത് ഒരുമാതിരി ഒന്ന് തീർത്ത് വെച്ചാലേ എനിക്ക് ഒത്തിരി ലേറ്റ് ആവാതെ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാനത് രാവിലെ തന്നെ തയ്ക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണികൾ വന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകേണ്ട വന്നു. എങ്കിൽ പോലും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട്, അതും ഞാൻ പറയാം. അപ്പം അതെല്ലാം തീർത്ത് വെക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ലൈനിങ്ങായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തു, ലൈനിങ് മടക്കി അടിച്ചു. പിന്നെ നെക്ക് ഡിസൈൻ സാധാരണ യുവോ വിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് കുറച്ചൊരു വ്യത്യാസം പറ്റി. വീൽ തന്നെ കുറച്ച് കേർവ് പോലെ, കേർവല്ല അതൊരു ഒരു പ്രത്യേക രീതിയിൽ ചെയ്ത് ഇതിനകത്ത് കാണാമല്ലോ കറക്റ്റായിട്ട്. അങ്ങനെ ഒരു നെക്ക് ചെയ്യാനായിരുന്നു എൻ്റെ മനസ്സിൽ ഈ തുണി കിട്ടിയപ്പോഴേ. അപ്പം അങ്ങനെ നമ്മൾ അതും ചെയ്തെടുക്കുകയാണ്. പണിയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ ഇതിൻ്റെ നെക്കെല്ലാം അടിച്ച് നിർത്തിയതിന് ശേഷം നമ്മൾ ഷോൾഡറും കൂടെ കൂട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഈ തയ്യൽ മെഷീൻ്റെ നമ്മുടെ ഒരു നൂലുണ്ടല്ലോ അതങ്ങ് പൊട്ടി. കറക്റ്റ് ആ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നൂലങ്ങ് പൊട്ടിപ്പോയി. പിന്നെ അത് ചെയ്തു തരാൻ അമ്മയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ അമ്മ അറിയാനൊക്കെ പോയതുകൊണ്ട് പിന്നെ സമയമില്ലാഞ്ഞതുകൊണ്ടും ഞാൻ അപ്പം തന്നെ തയ്യൽ നിർത്തിയിട്ട് പള്ളിയിൽ പോയി. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇലക്ട്രിക് മെഷീൻ ഉണ്ടല്ലോ, ആ ചെറിയ മെഷീൻ, അതിലാണ് ഞാൻ ബാക്കി തയ്ച്ച് തുടങ്ങിയത്. ഷോർട്ട് വീഡിയോ കണ്ടപ്പം എല്ലാവരും ഓർത്ത് കാണുമ്പോൾ രാവിലെ ഒരു മെഷീനിൽ ഉച്ചകഴിഞ്ഞ് വേറൊരു മെഷീനിൽ അങ്ങനെയായിരിക്കും തയ്ക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് ഈ മെഷീനിൽ തയ്ക്കുന്നത് കുറേം കൂടി കംഫർട്ടബിൾ ആണ്. കാരണം നമുക്ക് തുണിയൊക്കെ നിവർത്തിയിടാൻ കുറച്ച് എളുപ്പമുണ്ട് ഈ മെഷീനിലാവുമ്പം. അതുകൊണ്ട് തന്നെ കൂടുതലും ഞാൻ തയ്ക്കുന്നത് ഈ മെഷീനിലാണ്. മറ്റേതിലാകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട്, നമ്മൾ ചവിട്ടി കൊടുക്കണ്ട, പകരം മോട്ടറുണ്ട്. എങ്കിൽ പോലും അതിൽ തുണി നിവർത്തിയിടാൻ ഒരു ശകലം പാടാണ്. എന്നാൽ നമുക്ക് തയ്ക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഈ മെഷീനാണ്. ഞാൻ കൂടുതൽ ഇതിലാണ് തയ്ക്കാറ്. പക്ഷേ അന്ന് കറക്റ്റ് അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് വന്നിട്ട് അതിലാണ് തയ്ച്ചത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നെക്കൊക്കെ ചെയ്യുന്ന പോർഷനാണ്. അപ്പോൾ ഈ നെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ധൃതി കൂടിയിട്ടാണെന്ന് തോന്നുന്നു, ഞാൻ പെട്ടെന്ന് പതിച്ചടിക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയി. നമ്മൾ നെക്ക് പതിച്ചടിച്ചാലേ ആ വൃത്തിയിൽ കിട്ടുള്ളല്ലോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ഞാൻ ചെയ്യുന്നത്. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശ്രദ്ധിക്കാറുണ്ട്. തയ്യലിൻ്റെ കാര്യത്തിൽ അമ്മ എനിക്ക്, തയ്യലിൻ്റെന്നല്ല എല്ലാ കാര്യത്തിലും എൻ്റെ ഫാമിലി എനിക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ തയ്യലിൻ്റെ കാര്യത്തിൽ അമ്മ കുറച്ചും കൂടി എനിക്കൊരു കെയർ തരാറുണ്ട്. കാരണം ഞാൻ ബിഗിനറാണെന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം, അമ്മയ്ക്ക് തയ്യൽ അറിയാവുന്നതും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എനിക്ക് നന്നായിട്ട് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് മോളെ പതിച്ചടിക്കാൻ നീ വിട്ടുപോയിട്ടുണ്ട്, പെട്ടെന്ന് പതിച്ചടിച്ചിട്ട് നെക്കടിക്ക് എന്നാൽ നീറ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ചെയ്തു. അമ്മ കുറച്ച് നേരം എനിക്ക് പിടിച്ച് തന്നു കേട്ടോ. എന്നിട്ട് അമ്മ പിന്നെ പള്ളിയിൽ പോകാനുള്ള ധൃതിയിൽ അമ്മ അങ്ങ് പോയി. അമ്മ പോയതിന് ശേഷം ഞാൻ എൻ്റെ നെക്കിൻ്റെ പോർഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. അതിനുശേഷം ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തു. 2 ഷോൾഡറും ജോയിൻ ചെയ്ത് നമ്മൾ കെട്ടിട്ട് നിർത്തണമല്ലോ ഷോൾഡറിൻ്റെ പോർഷനൊക്കെ. കെട്ടിട്ടെല്ലാം നിർത്തി കഴിഞ്ഞപ്പോൾ കറക്റ്റ് എൻ്റെ ആ നൂല് പൊട്ടി. അപ്പോൾ പിന്നെ ഞാൻ തയ്യൽ അവിടെ വെച്ച് നിർത്തിയിട്ട്, ഞാനിതുവരെ കഴിച്ചില്ലായിരുന്നു, 2:30 കഴിഞ്ഞായിരുന്നു. പെട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ കൊയർ പ്രാക്ടീസിന് പോയി. അപ്പോൾ കൊയർ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് പ്രമോ വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങും അതിൻ്റെ എഡിറ്റിങ്ങും അത് പോസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു.
വീട്ടിൽ വന്നു കഴിഞ്ഞ് ബാക്കി തയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പ്രമോ വീഡിയോൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ എൻ്റെ കൂടെ 2-3 പേരോട് ഉണ്ടായിരുന്നു കേട്ടോ. ഷൈന, ട്രീസ, അങ്ങനെ 2-3 പേരോടൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ബാക്കി സ്ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പഫ് സ്ലീവായിരുന്നു, അതിൻ്റെ അടിയിലൊരു പടി ഉണ്ടായിരുന്നു. അപ്പം ആ സ്ലീവിൻ്റെ കാര്യം തീർത്ത് പിന്നെ നല്ല തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഷേപ്പ് ചെയ്തു. അതിനുശേഷം സ്ലിറ്റ് ഇട്ടു, അടി മടക്കി അടിച്ചു. അങ്ങനെ നമ്മൾ ടോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഈ തുണി 2.5 മീറ്റർ തുണിയാണ് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എത്ര മീറ്റർ തുണിയാണ് എടുക്കുന്നതെന്ന്. നമ്മൾ സാധാരണ സ്ലിറ്റ് ചുരിദാറിന് 2.5 മീറ്റർ തുണിയാണ് എടുക്കുന്നത്. ഞാനും അത്രയും തന്നെയാണ് എടുത്തത്. ആലപ്പുഴയിലുള്ള പരാഗി എന്നാണ് കേട്ടോ ഇതെടുത്തത്. ഇത് പ്യുവർ ഒരു കോട്ടൺ മെറ്റീരിയലാണ്, നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ്, ഇടാനും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ടോപ്പിൻ്റെ വീഡിയോ. ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു തന്നെ തയ്ച്ചതാണോ എന്നൊക്കെ വന്ന് ചോദിച്ചു. ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഷോർട്ട് വീഡിയോസിനും അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.